their Best Music Director award. Thank you guys. Thank you so much for this award and love you all. ഹലോ, എനിക്ക് തോന്നി നീ ഇവിടെ കാണുമെന്ന്. ഏതാ മൂവി? ആ, ഇത് ഇറങ്ങിയിട്ട് Almost 5 years കഴിഞ്ഞു. 2017. യാ, നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ മൂവി എത്ര കണ്ടാലും മടുപ്പ് വരില്ല. ചില ഗൗതം മേനോൻ മൂവീസ് പോലെ. അയാളുടെ 23-ാം വയസ്സിലാണ് ഈ മൂവി ഇറക്കിയതെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാതെ കഴിയുന്നില്ല. നോർമൽ രീതിയിൽ തുടങ്ങിയ സ്റ്റോറി ചെന്നെത്തിയതോ അൺപ്രഡിക്റ്റബിൾ. അയാളുടെ ബ്രില്യൻസ് തന്നെ അതാണ്. അവരുടെ ടീം തന്നെ അടിപൊളിയായിരുന്നു. സത്യം പറയാലോ, ഇയാളുടെ ഈ ഒറ്റ മൂവി കാരണമാണ് ആ രാഹുല് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ആക്ടേഴ്സിൽ ഒരാളായത്. നിനക്ക് രാഹുലിനോട് നല്ല അസൂയുണ്ടല്ലോ. എനിക്കോ? എന്തിന്? പോകാൻ പറ. ഓ, ആരാടാ? Babe, why are you avoiding me? ഓ, ഈ കുരിശായിരുന്നു. Why don't you pick my call? നാൻസി, ഇന്നത്തെ ഡേ എനിക്ക് അത്രയും സ്പെഷ്യൽ ആണെന്ന് നിനക്കറിയാം. Then why are you disturbing me? Disturb? Babe. അതെ, പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ മലയാളത്തിൽ പറയാം. ശല്യം. ഇനിയും ഇവിടെ നിന്ന് നാണം കെടാതെ പൊയ്ക്കൂടെ? ദാ, അവളുടെ അച്ഛന്റെ മൂവിയിൽ നീ മ്യൂസിക് ചെയ്തു എന്ന് കരുതി ഒരു പിരി ലൂസ് ആയതിനെയൊക്കെ സഹിക്കണോ? എടാ, നിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് നീ ഈ ഫീൽഡിലോട്ട് കയറി വന്നതും അയാൾ നിന്നെ അറിഞ്ഞതും. എടാ, അത് ഞാൻ എനിവേ ആ ടോപ്പിക്ക് വിടാം. നീ വരുന്നോ ക്ലബിലോട്ട്? ഞാനില്ലടാ, ടയേർഡാണ്. നീ ചെല്ല്. ശരി, നീ റെസ്റ്റ് എടുക്ക്. അലിയ, കോൺഗ്രാറ്റ്സ്. താങ്ക്സ്. പിന്നെ ഞാൻ കരുതി നീ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന്. ഇല്ലടാ, കിടക്കാൻ ഞാൻ ലേറ്റ് ആകും. അല്ല, ഇന്നെന്ത് പറ്റി നേരത്തെ എണീക്കാൻ? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയാ നേരത്തെ എണീറ്റ്. റെഡി ആകണം. ആഹാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് അലിയ. എടാ, പിന്നെ നീ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നോ? സോഷ്യൽ മീഡിയ നന്നായി വളർന്നത് കൊണ്ട് അറിയാനാണോ ബുദ്ധിമുട്ട്? എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ അവിടെ? ജയ്, നീ ഓക്കെ ആണോ? എടാ, ഞാൻ നാളെ തന്നെ അങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നുണ്ട്. ഇക്കഴിഞ്ഞ 4 വർഷം ഞാൻ അനുഭവിച്ചത് എങ്ങനെയാടാ പെട്ടെന്ന് ഞാനത് മറക്കുന്നേ? ശരിയടാ.
ഫാദർ, ആ മെന്റലിസ്റ്റ് ഇല്ലേ, ആ പയ്യൻ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ശരി ഫാദർ. അയ്യോ, ലേറ്റായി. ആ മിസ്റ്റർ പെർഫെക്റ്റ് എന്നെ ഉണർത്താതെ പോയി. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നലെ അങ്ങനെയായിരുന്നല്ലോ. എന്റെ ഈ കെമിസ്ട്രി റെക്കോർഡ് എവിടെ? ഇതെന്താ ഫോട്ടോ? ഇതാരാ? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇനി ടൈസന്റെ ആരെങ്കിലും ആണോ? ആരെങ്കിലും ആകട്ടെ. അയ്യോ, എന്റെ കോളേജ്. ജാനി, ഈ പേര് ഞാൻ എവിടെയോ. എടാ ഇതല്ല. ഞാൻ ഉടനെ എത്താം. ടൈസ, എന്താടാ? എടാ, അത് രാജീവേട്ടനെ വിളിച്ചത്. പ്രൊഡ്യൂസർ ആനന്ദ് വർമ്മയ്ക്ക് ഒരു ആക്സിഡന്റ്. അയ്യോ, അതെങ്ങനെ? നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി തിരിച്ചതാ. ആ വഴിയാ ഈ ആക്സിഡന്റ്. സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞ് അടുത്ത മാസം തന്നെ ഷൂട്ട് തുടങ്ങാമെന്ന് കരുതിയതാ. ഇതിപ്പോൾ എനിക്ക് മാത്രം എന്താടാ ഇങ്ങനെയൊക്കെ? എടാ നീ, എനിക്കെന്തായാലും എറണാകുളമാണ് ഷൂട്ട്. ഞാനപ്പോൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി പുള്ളിയെ ഒന്ന് കാണാം. എങ്കിൽ പിന്നെ ഞാൻ പോയി ഹെറോളിനെ ഒന്ന് കാണട്ടെ. കുറച്ചു നാളായില്ലേ. നീ ചെല്ല്. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്, ഓ ബുക്ക് അവിടെ. ഓക്കെ. ആ മെയിൽ ഒന്ന് ഫോർവേഡ് ചെയ്യും. ബ്രോ, ഞാൻ ഇറങ്ങുന്നേ. അനന്യ, ബൈ. ബൈ ജി. ബ്രോ, നിലയിച്ച് വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചു നോക്കി, ബട്ട് രണ്ടാള് കോൾ എടുക്കുന്നില്ല. ഓക്കെ. ടാറ്റാ. ഞങ്ങൾക്ക് 10 ഒരു മീറ്റിംഗ് ഉണ്ട്. ചെല്ല്. നില, നീ എന്തെങ്കിലും ഒന്ന് മിണ്ട്. നീ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇന്നലെ ഞാൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്നോട് നിങ്ങൾ ചെയ്തതോ പറ. നിങ്ങൾ എന്താ എന്നോട് കാണിച്ചേ? നില, ഞാൻ എന്റെ ആ അവസ്ഥ നിങ്ങൾ മുതലെടുത്തു അല്ലേ? നില, നീ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞിട്ടും വിശ്വസിച്ച് കൂടെ നിർത്തിയത് എന്റെ തെറ്റ്. അപ്പോൾ ഇതായിരുന്നു അല്ലേ നിങ്ങളുടെ ഇഷ്ടം? എല്ലാ ആളുകളും കണക്കാ. പെണ്ണിന്റെ ശരീരത്തിനോടുള്ള അടങ്ങാത്ത കാമം. നില, നീ എന്താടിപ്പില്ലേ എന്നെ പറ്റി കരുതിയേ? നിന്റെ ശരീരം മാത്രം മോഹിച്ചിട്ടായിരുന്നുവെങ്കിൽ അതെനിക്ക് നേരത്തെ വാങ്ങാമായിരുന്നു. എനിക്കുണ്ട് അമ്മയും പെങ്ങളും. പ്രായമുണ്ടായിട്ട് കാര്യമില്ല. തലയില് അല്പമെങ്കിലും ആൾത്താമസം വേണം. ചിരിച്ചു കാണിച്ച് മിണ്ടുന്നവന്മാരൊക്കെ നല്ലവന്മാരാകണമെന്നില്ല. എടാ, നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ചെയ്തത് ആ തെറ്റ് തന്നെയാ. പറ്റിപ്പോയി. നിന്നോടുള്ള ഇഷ്ടം കാരണം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നിനക്കറിയോ, നീ കരുതുന്നത് പോലെ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഇഷ്ടമല്ല എനിക്ക് നിന്നോടുള്ളത്. 2 വർഷം മുൻപ് ഒരുപാട് നന്ദിയുണ്ട് ഫാദർ. എല്ലാം ഈശ്വര കൃപ കൊണ്ട്. എങ്കിൽ ഞാനങ്ങോട്ട്.
ഗൗരി ഓടല്ലേ, അവിടെ നിൽക്ക്. അതാരാ? അവിടെ നിന്നാണല്ലോ. One, two, three. Happy birthday. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. என் கண்ணில் வந்து நின்று என்னை பறித்தாய் என்னாகும் உயிரே உயிரே இரவு வந்தது சந்திரனா என் அழகே வந்தது உன்முகம்தான் நிலவோ வாழ்ந்ததும் தேங்கிடுமே உன் அழகோ தேங்கிடாது பெண்ணிலா கடலை இருப்பது சூரியனா என் அழகே உன்னிரு பார்வைகள்தான் உண்மைகள் கூறிடும் ஆயுதம்தான் எங்கே எங்கே என்ன செய்கிறான் மழையே மனம் உன்னாலே பூ பூக்குதே ഫാദർ, എന്താ മോനെ? അതാരാ? അല്ല, ഞാനിവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാണാൻ വഴിയില്ല. ആ കുട്ടി നാട്ടിൽ വന്നിട്ട് 2 ദിവസം ആകുന്നേ ഉള്ളൂ. പുള്ളിക്കാരി അമേരിക്കയിലാണ്. കുര്യോക്കോസും ഭാര്യയും മരിച്ചിട്ട് ഇന്നേക്ക് 15 വർഷമാകുന്നു. എല്ലാ വർഷവും ഈ ഒരു മാസം ആ കുട്ടി നാട്ടിലുണ്ടാകും. പിന്നെ വരുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സും ചോക്ലേറ്റും കളിപ്പാട്ടും ഒക്കെ കൊണ്ടുവരും. അതുമാത്രമല്ല, ഇവിടെയുള്ള കുട്ടികളുടെ പഠന കാര്യങ്ങളും ആ കുട്ടി നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നിലയിച്ചെന്ന് വെച്ച ജീവനാ. നില? അതാണ് ആ കുട്ടിയുടെ പേര്. പിന്നെ ഒരു അനിയനുണ്ട്. അവന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പിടിക്കില്ല പോലും. അതുകൊണ്ട് ആ കുട്ടി നാട്ടിലൊന്നും വരില്ല. പിന്നെ ആള് നല്ല വികൃതി എന്നാ കേട്ടെ. പക്ഷെ ഈ കുട്ടിയോ ഒരു പാവം. അതിന് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. മോന് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ഇല്ല ഫാദർ. അന്ന് തന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഇതുവരെ തോന്നാത്ത ഒരു ഫീൽ, സന്തോഷം, നഷ്ടമായ എന്തൊക്കെയോ തിരികെ കിട്ടിയ പോലെ. താൻ പോലും അറിയാതെ തന്റെ പിന്നാലെ നേരിൽ ഉന്നയെ பார்த்த பின்பு நான் நம்பி விட்டேன் மறுக்கவில்லை அதிகாலை விடுவதெல்லாம் உன்னை பார்க்கும் மயக்கத்தில் தான் அந்தி மாலை மறைவதெல்லாம் உன்னை பார்த்த கிறக்கத்தில் தான் காதல் ഞാനിവിടെ എന്തിനാണോ വന്നേ ആ കാര്യം മറന്നു. നില, തന്നോട് എന്റെ ഇഷ്ടം ഞാൻ തുറന്നു പറയാൻ വേണ്ടി വന്നതാ. അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് പോകേണ്ടി വന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് തിരികെ വന്നതും താൻ അമേരിക്ക പോയിരുന്നു. അങ്ങനെ 1 വർഷം കടന്നുപോയി. താൻ പള്ളിയിൽ വരുമെന്ന് കരുതി. പക്ഷേ തന്റെ കസിൻ ജിമിൻ വന്നു. പിന്നെ അച്ഛൻ പറഞ്ഞ ഞാൻ അറിഞ്ഞത് തന്റെ അനിയന് സുഖമില്ലാത്തത് കൊണ്ട് താൻ വന്നില്ലെന്നു. അങ്ങനെ ഇരിക്കെ എനിക്കിവിടെ ഒരു ജോബ് ശരിയായി. അപ്പോഴാ അന്ന് ഇത് തന്നെ ആയിരിക്കില്ലേ വീട്? എന്തായാലും നോക്കാം. ജൂൺ അല്ലേ ഇവിടെ പുതിയതായിട്ട് വന്ന? വാ 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 ബ്രോ. എന്റെ പേര് ജിമിൻ. ഹായ് ജിമിൻ, കേറി വാ ബ്രോ. ആ കാണുന്ന റൂം കേട്ടോ, ആ സൈഡിലെ. ഓക്കെ. ഇത് ഇവരെന്റെ കസിൻസാ.
നിള ജയ്. അന്ന് അവിടെ വെച്ച് തന്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, പ്രതീക്ഷ, അത് നില, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവിത തുല്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ജൂൺ മതി, നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. നമ്മുടെ ഇടയിൽ ഒന്നും നടന്നിട്ടില്ല. നില, എനിക്കിതൊരു നൈറ്റ് മെയർ, അത്രമാത്രം. നില, നീ ഇതെന്താ നില? മോനെ ഹെറോൾഡ്, പപ്പയുടെ അടുത്ത് വാ. ഞാൻ ഈ മീൻ വെള്ളം കൊണ്ടുപോയി കളഞ്ഞിട്ട് വരട്ടെ. ആഹാ, എന്താ നല്ല മണം. ഉച്ചയ്ക്ക് ഫിഷ് ഫ്രൈ ഉണ്ടെന്ന് തോന്നുന്നു. വേഗം പോകാം. അയ്യോ സോറി ജിബിലിട്ട, സോറി. ഓഹോ, അവനിട്ട് വെച്ചതാണല്ലേ എനിക്കിട്ട് കൊണ്ടത്. അയ്യോ, ഓ മീനാറ്റം. അല്ല, സൗണ്ടിന് എന്ത് പറ്റി? നീ ഏതാ കൊച്ചേ? ഞാൻ അനന്യ. ഏതനന്യ? ഈ ജിബിലിട്ടൻ എന്താ പറ്റി? ഓ, ഇത് കുളിച്ചാലും മാറ്റത്തില്ലല്ലോ. അതെ, ഏതാ മീന്? അത് ചൂര. വെരി ഗുഡ്. എടാ എടാ ചെറിയ നീതപ്പോ ഒരു വാക്ക് പറഞ്ഞാടാ. എന്ത് ജെറിയോ? ഏയ് ബ്രോ, അടുത്ത് വരില്ലേ? ഓ, പോയി കുളിക്കട്ടെ. മാറി മാറി. സച്ചിൻ സാർ, അതാരാ? അല്ല, കാണാൻ ജിമിനേട്ടനെ പോലെ ഉണ്ടല്ലോ. അതാണ് ജെറി, ജിമിന്റെ ട്വിൻ ബ്രദർ. ആള് ജിമിനെ പോലെയൊന്നല്ല. അവന് മറവി രോഗമില്ല. പിന്നെ ആള് ചില്ലാണ്. ഞങ്ങള് കുറച്ചുനാള് അമേരിക്കയിൽ ഒരുമിച്ചായിരുന്നു. ആ, ഇപ്പഴാ മീൻ നാറ്റൊക്കെ ഒന്ന് പോയത്. എന്നാലും മോശമായിപ്പോയി. ആകെ നാളെ കേട്ട്. എന്തെങ്കിലും ആവട്ടെ, ഓഫീസിൽ പോകാൻ കഴിയാകാം. ഇന്ന് കപ്പുള്ള ബ്രൈഡ. അയ്യോ, ഇത് ഇവളുടെ റൂമായിരുന്നു. അത് വിളിക്കില്ലേ? അതെ, കുറച്ചു നേരം കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങ് നിന്നാലോ? എന്ത് മാറണോ? മാറണോ? ഓക്കെ ഓക്കെ, മാറി. താനെന്തിനാണോ എന്റെ റൂമില് ഇറങ്ങി പോണോ? താൻ കൂടുതൽ ജാട കാണിക്കല്ലേ. ഇത് എന്റെ അങ്കിളുടെ വീടാ, അല്ലാതെ ഇത് തന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ. ഓ, ഇയാള് ഞാൻ ഡ്രസ് മാറുന്നേക്ക്. അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. പിന്നെ കാണാൻ മാത്രം അവിടെ എന്തിരിക്കുന്നു? തീപ്പെട്ടിക്കൊല്ലി. താനെന്താണോ ഇപ്പൊ പറഞ്ഞേ? ശരിയാണല്ലോ, ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? അതിന് ഞാൻ വല്ലതും പറഞ്ഞ? ഇറങ്ങി പോടോ. അയ്യോ, കിടന്ന് കാറണ്ട, ഞാൻ പോകാം. ആ പിന്നെ കത്തൈസ് അത് കൊള്ളാം കേട്ടോ. പോട്ടെ, തീപ്പെട്ടിക്കൊല്ലി. ബൈ. അയ്യേ, ആ ജീവനായിട്ട് എന്ത് പാവം. പക്ഷേ ആ നീലക്കണ്ണ്, അത് ഞാൻ എവിടെയോ. തനിക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. എന്ത് ചെയ്യാനാ, ഒരു കഴിവേ. അയ്യോ, എനിക്ക് ക്ലാസ് ഉണ്ട്. അയ്യോ, ക്ലാസ് ഉണ്ടോ?
എങ്കിൽ പിന്നെ ബൈ ബൈ. എടാ നീ ആ പെണ്ണുപിള്ളയായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതേ ആ പ്രിൻസ് എന്ന് പറഞ്ഞ നിന്റെ കട്ട പുകയാ. ഡാഡാ, നീ ഈ പറയുന്നത് കേട്ടാ തോന്നും അയാളെ എനിക്ക് പേടിയാണെന്ന്. അതേലോ, നീ അയാളുടെ മുന്നിൽ പുലിമടയിൽ എത്തിപ്പെട്ട ഒരു മുയലും കുഞ്ഞ്. എന്ത്? ആരടാ നിന്നോട് ഇത് പറഞ്ഞേ? എടാ അളിയ, ഇതാരും പറഞ്ഞു തരണ്ട, ഇതൊക്കെ രഹസ്യമായ പരസ്യമല്ലേ. എന്തോന്ന്? അങ്ങനല്ലേടാ? കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. മോളത്തെ എന്തെങ്കിലും ഹെൽപ്പ്? ആ നീ പോടാ ചുണ്ടലി. എടാ നീ പോയി ചോദിക്കടാ, അവളെന്നെ ചുണ്ടലിന്ന്. അയ്യോ, കറക്റ്റ് മാച്ചിങ്. നിനക്ക് ചേരും. എടാ ദ്രോഹി, ഇനിയെ ലിങ്ക് വേണമെന്ന് പറഞ്ഞേ എന്റെ അടുത്ത് വാ, നിനക്ക് കൊട്ടക്കണക്കിന് ഞാൻ ലിങ്ക് തരാം. അളിയാ അങ്ങനെ പറയല്ലേ. എടാ നിന്റെ കസ്റ്റഡിയുള്ള ലിങ്കിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. മതി മതി. എടാ അങ്ങോട്ട് നോക്കടാ, ഒരു കിട്ടില്ല പീസ്. സീനിയർ ആണെന്ന് തോന്നുന്നു. എടാ നോക്കടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇവൻ ഇത് എവിടെ നോക്കുന്നത്? ഹായ് സർ. യെസ്, എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങളുടെ ഗേൾസ് ടീമിനെ കൂടെ ഒന്ന് ട്രെയിൻ ചെയ്യാമോ? ഞങ്ങള് തേടിയേട്ടാ. ഷുവർ. അത് പറ്റില്ല. അതെന്താ ജി? അത് ചേച്ചി, ഇയാള് ഞങ്ങൾ ജൂനിയേഴ്സിന്റെ ട്രെയിനറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒരാളെ കണ്ടുപിടിക്കേ, അല്ലാതെ കോഴ്സ് അല്ലേ. അതെ സർ, ഇന്നലെ പഠിപ്പിച്ച കുറച്ച് നോട്ട്സ് ഇല്ലേ, അതില് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഒന്ന് വന്നേ. ഏത്? ഒന്ന് വന്നേ. അതിന് ഇവരെന്താ കുഴപ്പം? ഇവിടെ നിൽക്കുന്നോ? താൻ എന്താണ് ഈ കാണിക്കുന്നേ? ഞാൻ ഇന്ന് എന്റെ ബേബിയെ കഴിക്കാൻ പോകുക. എന്ത് കഴിക്കാനോ? താൻ? ഹേയ് കൂൾ, ഐ ആം ജസ്റ്റ് കിഡിങ്. എന്റെ ബേബിക്ക് ജലസ് അടിച്ചോ? ഓ, ജലസ് അടിക്കാൻ മാത്രം താൻ എന്റെ ആരാ? ഹേ ബേബ്, ജലസ് അല്ലെങ്കിൽ പിന്നെ എന്താ അവിടെ വെച്ചിപ്പോൾ നടന്നേ? ഓ അത് ഞങ്ങൾ ജൂനിയേഴ്സ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ നിങ്ങളെ. അത് ഓസാൻ ഒരു സീനിയേഴ്സും വരണ്ട. പിന്നെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പേ അല്ല. അതും പോരാഞ്ഞിട്ട് നിങ്ങളെ പോലെ മെന്റലി ഡിസോർഡർ ആയവരെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. ഓ, ആരാണോ തന്റെ ബേബി? തന്നോട് എത്ര വട്ടം ഞാൻ പറയണം, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ. ഓ, പറഞ്ഞു ഞാൻ മടുത്തു. ഒന്ന് ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരാവോ? നിങ്ങളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കിപ്പോ. തനിക്കിത് നേരത്തെ പറയാമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ആയത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങളുടെ കണ്ണില് ചിലപ്പോൾ ഞങ്ങൾ നോർമൽ അല്ലായിരിക്കും. ഞങ്ങൾക്കും ഉണ്ട് കുറച്ച് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും. മനസ്സിൽ യോജിച്ച ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്താ, അവരുമൊത്ത് ഒരു നാണക്കേടുമില്ലാതെ ലൈഫ് ലോങ്. എനിക്ക് തന്നോടുള്ളത് പ്യുവർ ലവ്. അതിന് തന്റെ കാഴ്ചപ്പാടിൽ ജെൻഡർ ഒരു തടസ്സമാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ പേഴ്സണൽ ചോയ്സ്. ഇനിയൊരു ശല്യത്തിന് ഞാൻ ഉണ്ടാവില്ല. ടേക്ക് കെയർ. ഞാനിത് എന്താ ഈ പറഞ്ഞേ? ഇത്രയും ചീപ്പായിട്ട് ചിന്തിക്കാൻ എനിക്ക് എങ്ങനെ തോന്നി? അയ്യോ പ്രിൻസ്. എടാ നീ ഇവിടെ നിൽക്കുന്നോ? ദേ ബെല്ലടിച്ചു, വാ, ലാബാണ്, അറ്റൻഡൻസ് പോകും. നീ എന്താ കരഞ്ഞോ? എന്താടാ? എടാ പുള്ളി നീ പറ. എടാ ഞാൻ അതെ, നിങ്ങളും സച്ചിൻ ബ്രോയുമായിട്ട് എന്താ പ്രോബ്ലം? അല്ല, നിങ്ങൾക്ക് പുള്ളിയെ പള്ളിപ്പെരുന്നാളിന് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
നീ ഇത് ചോദിക്കാൻ വേണ്ടിയാണോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നേ? ഇതാ ചോദിച്ച ഡോക്യുമെന്റ്സ്. ഞാൻ അങ്കിളിനോടല്ലേ ഇത് കൊണ്ടുവരാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ അങ്കിൾ എന്നെ വിട്ടത്. പിന്നെ എന്റെ ബ്രോയെ ഒന്ന് നേരിട്ട് കാണാമല്ലോ. കർത്താവിനെ ഓർത്ത് നീ എനിക്ക് തലവേദനയാകല്ലേ. ചേടാ, എല്ലാത്തിനും മൂപ്പരെ വിളിക്കുന്ന എന്തിനാ? പുള്ളിക്കാരൻ നല്ല ചില്ലിങ്ങല്ലേ. ലക്ഷക്കണക്കിന് മണവാട്ടികൾ ഉണ്ടല്ലോ. നിനക്ക് ഇതിനോടൊന്നും വിശ്വാസമില്ല എന്ന് കരുതി ഓരോന്ന് പറഞ്ഞ് വെറുതെ ദൈവകോപം ഏറ്റുവാങ്ങണ്ട. ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങളും ഞാനും ഒത്തുപോകാത്തത്. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? സയൻസ് ഇത്രയും ഡെവലപ്പായിട്ടും കുറെ അന്ധവിശ്വാസങ്ങൾ. ജിമിനേട്ടാ, എല്ലാരെയും കഴിക്കാൻ വിളിക്കുന്നു. ആ, നിങ്ങൾ രണ്ടാളും ചെല്ലേ. എനിക്കൊരു കോള് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. ഹലോ അങ്കിൾ. അതെ, ജിമിനേട്ടനെ മാത്രം വിളിച്ചാൽ മതിയോ? പിന്നെ അല്ല, ഈ സുന്ദരന് സുമുഖനുമായ എന്നെ വിളിക്കുന്നില്ലേ? ആര്? താനോ? കണ്ടാലും പറയും. അതെ, നിങ്ങളാണ് ഉടായിപ്പ്. ചുമ്മാ ആണുങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോ വെച്ചുകെട്ട്. താൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആഹാ, എനിക്ക് വേഗം ആയിക്കോട്ടെ. ഓ അതെ, തനിക്കെന്നെ അറിയില്ല. നീ പോടി തീപ്പെട്ടിക്കൊള്ളി. ഓ ഇയാൾ എന്തേ, ഇഷ്ടായോ? ഓ നിങ്ങളെ. വാ, കഴിക്കാൻ പോകാം. എനിക്ക് തന്നോടുള്ളത് പ്യുവർ ലവ്. അതിന് തന്റെ കാഴ്ചപ്പാടിൽ ജെൻഡർ ഒരു തടസ്സമാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ പേഴ്സണൽ ചോയ്സ്. ജെ, നീ പഠിക്കുവാണോ അതോ ഇതെന്തോർത്തിരിക്കുക? അത് തലവേദന. തലവേദനയോ? നോക്കട്ടെ. ചൂടൊന്നും ഇല്ലല്ലോ. പഠിച്ചത് മതി. ബുക്ക് അടച്ചു വെച്ചിട്ട് നീ കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കാം. ഇതാ ഷീറ്റ്. ടൈസ, എന്താ? തന്റെ പാരന്റ്സ് എന്ത് ലക്കിയാ. തന്റെ കാര്യത്തിൽ അവർക്ക് എന്ത് അഭിമാനമായിരിക്കും. ഗുഡ് റൈറ്റർ, ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, പറയാനായിട്ട് ഒരു സ്വഭാവ ദൂഷ്യമില്ല. പോരാഞ്ഞിട്ട് ഗുഡ് ലുക്കിംഗ്. ശരിക്കും ഒരു മിസ്റ്റർ പെർഫെക്റ്റ്. സോറി. അതിന് താനും ഒട്ടും മോശമല്ലല്ലോ. പ്രായത്തിൻ്റെതായ കുറച്ച് വേലത്തരങ്ങൾ കയ്യിലുണ്ട്. എനിക്കോ? അത് മാറ്റിയ താനും ഒട്ടും മോശമല്ല. പിന്നെ എന്റെ പാരന്റ്സ്, ഒരുപക്ഷെ അവരുണ്ടായിരുന്നുവെങ്കിൽ എന്റെ കാര്യത്തിൽ അവരൊരുപാട് സന്തോഷിക്കുമായിരുന്നു. എന്താ പറ്റിയേ? ശരിക്കും അന്ന് നൈറ്റ് എന്താ ഉണ്ടായി എന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായി ഓർമ്മയില്ല. അന്ന് എനിക്ക് ഒരു 3-4 വയസ്സുണ്ടാകും. എന്റെ അമ്മ 9 മാസം പ്രഗ്നന്റ് ആയിരുന്നു. പെട്ടെന്നാ പെയിൻ വന്നത്. ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയായിരുന്നു. അമ്മയും ബാവയും ആ സ്പോട്ടിൽ തന്നെ. അമ്മ പോയി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പപ്പയും. അമ്മയുടെ മരണം മാനസികമായി പപ്പയെ ഒരുപാട് എഫക്ട് ചെയ്തു. എനിക്ക് ഒന്ന് വ്യക്തമായി അറിയാം, എന്റെ പപ്പ എന്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എപ്പോഴും പറയും, പപ്പയുടെ ജീവിതത്തിൽ വന്ന ഒരു മാലാഖയാണ് എന്റെ അമ്മ എന്ന്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പപ്പയ്ക്ക് അമ്മയെ. എന്റെ പപ്പയുടെയും അമ്മയുടെയും ഒരു ലവ് മാരേജ് ആയിരുന്നു. പപ്പ അച്ഛനൊരു നസ്രാണി, അമ്മ കൂട്ടിൽ അടയ്ക്കപ്പെട്ട് വളർന്ന ഒരു നായരുട്ടി. അന്നത്തെ കാലം അറിയാലോ. വഴക്കായി, ബഹളമായി. അവസാനം അച്ഛൻ അമ്മ ഇറക്കിക്കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് അവളുടെ ലോകം. തന്റെ പപ്പ ശരിക്കും ഒരു ഹീറോ ആയിരുന്നു അല്ലേ? യഥാർത്ഥ പ്രണയത്തിന്
ജാതിയും മതവും ജെൻഡറും ഒന്നും ഒരു തടസ്സവുമല്ല, അല്ലേ ടൈസ? താൻ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ടോ എന്നല്ല, ഞാൻ ഇപ്പോഴും ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ അവളെപ്പറ്റി ചിന്തിക്കാറുണ്ട്. അവളെപ്പറ്റി ചിന്തിക്കുന്ന ഓരോ നിമിഷവും ഞാൻ പോലും അറിയാതെ എന്റെ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട്. രാവണന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ജാനകിയെ പോലെ. സച്ചിൻ, അനന്യ എവിടെ? സാമുൽ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫയൽ ഇന്ന് തന്നെ എത്തിക്കണം പോലും. അപ്പോ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ട് ജൂൺ അനന്യയും കൂടെ പോയിട്ടുണ്ട്. എന്താ? നീ എന്താ കൂടെ പോകാത്തെ? ഓ അതോ, ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാ എന്റെ ഈ കാലൊന്ന് ഫ്രാക്ചർ ആയത്. പിന്നെ അനന്യയും ജൂണും ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും. നീ പോയില്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ചിടായിരുന്നോ? ചേടാ, നീ കിടക്കുമല്ലായിരുന്നോ? പിന്നെ ജൂൺ പറഞ്ഞു നീ ആകെ ടയേർഡാണ്, വിളിക്കണ്ടാവുന്നു. അതാ ഞാൻ പിന്നെ നിന്നെ വിളിക്കാത്തെ. ചേടാ, ഇവർക്ക് എന്താ പറ്റി? അല്ല, നിലയിച്ച എങ്ങോട്ടാ? ആ എനിക്കറിയില്ല. പിന്നെ താൻ എന്തിനാ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നേ? എനിക്ക് പറ്റുന്നില്ല. അനന്യ, മാറടി. നീ ഇതെന്താ കാണിക്കുന്നേ? ജൂൺ എന്റെ കയ്യിൽ നിന്ന് വിടാൻ. ഇവിടെ ഞാൻ തൊട്ടുപോകരുത് അവളെ. ഓഹോ, ഇവിടെ തൊട്ടപ്പോ നിങ്ങൾക്ക് നൊന്തുമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ എന്നോട് പറഞ്ഞതൊക്കെ കള്ള നാടകമായിരുന്നല്ലേ? നിലയിച്ച് എന്നെ നീ ഇനി അങ്ങനെ വിളിക്കരുത്. നീ ഇത്രക്കാരിയാണെന്ന് ഞാൻ അറിയാതെ പോയല്ലോ. നിങ്ങളുടെ ആരാ ഇവള്? പറ. പറയാൻ പറ്റുന്നില്ലല്ലേ? കാരണം കൈയോടെ പൊക്കിയല്ലോ രണ്ടിനെയും. നിങ്ങൾക്ക് എന്നെ മതിയായപ്പോ വേറെത്തി അല്ലേ? നില, ഇവൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ തല്ലിയല്ലേ? അത് നീ എന്റെ ആരാ? നമ്മൾ തമ്മിൽ ഒന്നുമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാടി നീ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ? അനന്യ, നീ വാ. അത് പോട്ടെ, താൻ എന്തിനാ പ്രണയത്തിനെ പറ്റി ചോദിച്ചേ? ജെ, ഇവൻ ഉറങ്ങിയോ? ഇനി ഇവന്റെ മനസ്സിൽ ആരെങ്കിലും? പറയാൻ പറ്റില്ല, പ്രായം അതാണല്ലോ. What is that I got to say?
don't know, but it's taking you on and on night and day. പഴയ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതിന് ഞങ്ങൾ എപ്പോഴാ സർ പിരിഞ്ഞത് അല്ലേ കിരൺ? നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുന്നത് കോമൺ അല്ലേ സർ? പക്ഷേ എന്തൊക്കെ ഉണ്ടായാലും ഞങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. നല്ല ചരക്കാണെന്നാ കേട്ടത്. ഛേ, ഓ എനിക്ക് പട്ടാകുന്നു. നിലാ നില ഇവിടെ കണ്ടില്ലല്ലോ. ഡോ നില എവിടെയാണോ? കെവിൻ സാറ്, റാം, കിരൺ, എന്റെ നില. അവൻ ഏത് റൂമിലുണ്ടെന്ന് എനിക്കറിയാം. വാ. റാം, നീ നിലയെ കൊണ്ടുപോ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഈ രണ്ട് മർഡർ നടന്നത് സെയിം പാറ്റേണിൽ ജീവനോടെ തന്നെ ഹൃദയം നീക്കം ചെയ്തിരിക്കുന്നു. മേ ബി കില്ലറുടെ ടാർഗറ്റ് സ്റ്റുഡൻസ് ആകാം. റാം, വാട്ട് യു മീൻ? ഇത് എന്റെ അച്ഛന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇത് ഇപ്പോൾ നടന്ന മേർഡേഴ്സിന്റെ റിപ്പോർട്ട്. എടാ, ഈ മർഡറിംഗ്, യെസ്, സെയിം പാറ്റേൺ. അതായത് 1998 ആ ക്യാമ്പസിൽ നടന്ന മേർഡേഴ്സിന്റെ അതേ രീതി. റാം, നിന്റെ അച്ഛന്റെ റിപ്പോർട്ടിൽ ആ കില്ലർ മരിച്ചു എന്നല്ലേ? അന്ന് ആ കേസ് റിവീൽ ആക്കിയിട്ടുമില്ല. ആ കില്ലറിനല്ലാതെ പിന്നെ എങ്ങനെയാ അതേ രീതിയിൽ ഈ മർഡറിംഗ്? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇത്രയും ഡീറ്റെയിൽഡ് ആയി ഒരു ഡിഫറൻസ് പോലും ഇല്ലാതെ മർഡർ നടത്തണം എങ്കിൽ മേ ബി ഹി ഈസ് സ്റ്റിൽ അലൈവ്. സാർ, സാറിനൊരു കൊറിയറുണ്ട്. നിള, റാം, ഒരു ലെറ്ററും കൂടെ ഉണ്ട്. യു ക്യാൻ സീ മീ, യു ക്യാൻ സീ മീ. എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞേ? അത് താൻ എന്താ രണ്ടാഴ്ച കോളേജ് വരാത്തെ? ഞാൻ ആ കോളേജ് വന്നാൽ തന്നെ തനിക്ക് വേണ്ടിയാ. തനിക്ക് എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ആ കോളേജിൽ ഇനി? എങ്കിൽ ഞാൻ അങ്ങോട്ട്. ഒരു മിനിറ്റ് വെയിറ്റ്, പോകല്ലേ. എന്താ? അത് ഞാൻ എന്ന് പറഞ്ഞതൊക്കെ ഹേർട്ടായെന്നറിയാം. പക്ഷെ മനഃപൂർവ്വമല്ല. തന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ. ബേബി, അയ്യോ മഴ. എന്റെ അപ്പാർട്ട്മെന്റ് ദേ ഇവിടെ അടുത്താ. നമുക്ക് അങ്ങോട്ട് പോകാം. ആണോ? എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാം. നില, പിക്കപ്പ് മൈ കോൾസ്. മാഡം, എന്താ? ഞാൻ കാരണം നിലയിച്ചി എന്റെ ജൂണേട്ടനെ വെറുക്കല്ലേ? നിലയിച്ചി കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. ജൂണേട്ടിന് നിലയിച്ചി എന്ന് വെച്ചാൽ ജീവനാ. ആ പാവത്തിന് എല്ലാരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കാനാകില്ല. നിലയിച്ചി എല്ലാം അറിയണം. ഇനിയും നിങ്ങളിങ്ങനെ എനിക്ക് പറ്റില്ല. ദേവ്, എന്റെ ടീഷർട്ടാ ഇത്. ഇട്ടോ, മഴ നനഞ്ഞതല്ലേ? താങ്ക്സ്. അനന്യാണല്ലോ. ഹലോ. ഹലോ ഏട്ടാ. നിലയിച്ചി
വേഗം വന്നേ. എന്താ? ഹലോ, ഹേയ്, ഹലോ അനന്യ. പ്രിൻസ്, I love you. Love you more, baby. അനന്യ, എന്താ നിലയ്ക്ക് എന്താ പറ്റി? അതേട്ടാ, നിളയേച്ചി വേഗം റൂമിലോട്ട് ചെല്ല്. നില, ജൂൺ, will you marry me? നില, ഞാൻ എന്താ ജൂൺ, ഇതൊന്നും ഇഷ്ടായില്ലേ? അയ്യോ അതല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ. റാം, ആ, റാം സത്യമൂർത്തി, അനന്യയുടെ ഒരേ ഒരു സഹോദരൻ. അനന്യ എന്നോട് എല്ലാം പറഞ്ഞു. നില, will you marry me? ഇത് തനിക്ക് വേണ്ടി അന്നേ ഞാൻ കരുതിയതാ. ലവ് യു റാം. ലവ് യു മോർ. എടാ, ഈ ജയ് എന്താ ഫോൺ എടുക്കാത്തെ? കുറെ നേരമായല്ലോ. ഹലോ ഫിലിക്സ്, എടാ അവിടെ ജയ് ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ഹെൽത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ ആയി വരുന്നു. രാഹുൽ എനിക്ക് സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. ഹായ്. ഇവരൊക്കെ ഇത് എന്റെ ഫ്രണ്ട്സ് ആണ്, ജൂൺ, ജിമിൻ. ഹായ്. കൂട്ടുകാരൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തന്നു? നോനു, പ്രൊഫഷൻ വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ. ഞങ്ങളും അങ്ങനെ ചോദിച്ചിട്ടില്ല. ടൈസൺ, ഇവര് കേൾക്കുന്നതിൽ തനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ്? ടൈസൺ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇപ്പോൾ വന്നേ. എങ്കിൽ ഞാൻ സ്റ്റോറി തുടങ്ങിക്കോ. ഓക്കെ. ഈ സ്റ്റോറി തുടങ്ങുന്നത് കേരളത്തിനെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന പാലക്കാട്. അവിടുത്തെ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരം കൽപ്പാത്തി. ജാനി, നീ എവിടെയാ?
ദിയ വന്നു കേട്ടോ, നീ പോകുന്നില്ലേ? ദിയേച്ചി പോകാം. വാ. കോളേജിൽ എത്തിയാൽ ഉടനെ ഹോസ്റ്റലിൽ പോയി അഡ്മിഷൻ കൺഫേം ആക്കണം. ശരി ചേച്ചി. ആ ദേ അതാ ട്രെയിന്, നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. മനസ്സിലായി എന്തിനാ എന്ന്. ഇതാണ് ആരെങ്കിലും അറിഞ്ഞാലോ എന്റെ കുഞ്ഞുഷ്ണ. പിന്നെ അഗ്രഹാരത്തിൽ ദാവണയിട്ട് നടക്കുന്ന പോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അതും ചുറ്റി നടക്കാൻ പറ്റുമോ? അത് മാത്രമല്ലല്ലോ, ദിയേച്ചി 1 മാസം മുമ്പ് മട്ടൻ ബിരിയാണി കഴിച്ചില്ലേ? ആ ഞാൻ ഇന്നലെയും കഴിച്ചു. ആണോ എന്റെ കുഞ്ഞുഷ്ണ, നീ ഇതൊന്ന് കേൾക്കുന്നില്ലേ? ഓ നീ ചെല്ല്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒരു 10. ആ ഇത് ആ കുട്ടിയല്ലേ? അതും എന്റെ സീറ്റിന്റെ അടുത്ത്. അയ്യോ ബുക്ക്. നീ ആയിരുന്നു? അതിന് നിന്റെ കണ്ണെപ്പോഴും താഴോട്ടല്ലേ കോഴിക്കുഞ്ഞ്. നീ പോടി ഗുണ്ടുമുളകെ. ഇവന് പോള പട്ടി. അപ്പോൾ ഇതാണോ ദിയേച്ചിയുടെ ബദ്രി? ദിയേച്ചിയുടെ മാത്രമല്ല, കോളേജിലുള്ള എല്ലാ സുന്ദരിമാരുടെയും ബദ്രിനാഥ്. അപ്പോൾ താനാണല്ലേ ആ ജാനി, ദിയയുടെ കസിൻ? ജാനി, നീ ആ വാട്ടർ ബോട്ടിൽ ഇങ്ങെടുത്തേ. അയ്യോ, വാട്ടർ ബോട്ടിൽ വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയി. ഇനി എന്ത് ചെയ്യും? ബദ്രി, ഒന്ന് വാങ്ങിത്താടാ പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, ഞാൻ വാങ്ങിട്ട് വരാം. താങ്ക് യു. ദിയേച്ചി, ഇതാ മൊബൈല്. ഷെടാ, ഇവൻ എന്താ മൊബൈൽ എടുക്കാതെ പോയേ? ഓഹ്, ഇവനോ? ആരാ ചേച്ചി? അസുരന്മാരുടെ രാജാവ് രാവണൻ. എന്ത് രാവണൻ? അതെ, കണ്ണിച്ചോര ഇല്ലാത്തവൻ. പെണ്ണെന്ന് ആണെന്ന് നോക്കില്ല. ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടേ എല്ലാവരുടെ മുന്നിൽ വെച്ച് പണിഷ്മെന്റ് ഉറപ്പാ. ആകെ നാണം കെടും. ദയ എന്ന വാക്ക് അവന്റെ നിഘണ്ടുവിൽ ഇല്ല. ഞാനില്ലാത്ത ടൈം നോക്കി എന്റെ ഫ്രണ്ടിനെ പറ്റി അനാവശ്യം പറയുന്നു. ജാനി, ഇവൾ ഇത് പറയുന്ന പോലെയല്ല. അസുരൻ എന്ന് വിളിക്കുന്നത് അവനോട് അസൂയ ഉള്ളവര്. ഓ ആയിക്കോട്ടെ. കണ്ടില്ലേ, പണ്ടുള്ളവര് പറയില്ലേ, ജീവൻ പോകുന്ന കാര്യം വന്നാൽ നമുക്ക് കള്ളം പറയാമെന്ന്. എന്നാൽ അവന്റെ പോളിസി
ജീവൻ പോയാലും കള്ളം പറയാനോ കാണിക്കാനോ പാടില്ല. അവന്റെ ശരികൾ ചിലർക്ക്